بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. സ്നേഹിതരെ, ഹിജ്റയുടെ 7-ാം വർഷം നടന്ന യുദ്ധമാണ് ഖൈബർ യുദ്ധം. ഹുദൈബിയയിൽ വെച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖുറൈശികളും തമ്മിലുണ്ടായ സന്ധി വ്യവസ്ഥകൾക്ക് ശേഷവും ഖൈബറിലെ ജൂതന്മാർ പരിശുദ്ധ നബിയോടും ഇസ്ലാമിനോടുമുള്ള ശത്രുത പരസ്യമായി പ്രകടിപ്പിക്കുകയും സന്ധി വ്യവസ്ഥകൾ ലംഘിക്കുന്ന വിധത്തിൽ പല നീക്കങ്ങളിലും ഏർപ്പെടുകയും ചെയ്തു. ഈ വിവരം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഖൈബറിലെ ജൂതന്മാരെ ഉപരോധിക്കുക എന്ന ഉദ്ദേശത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൈബറിലേക്ക് പുറപ്പെട്ടു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശം മാനിച്ച് സ്വഹാബിമാർ ഖൈബറിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. ഏകദേശം ഖൈബറിലെത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായി സൈനികരോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിഫു, നിൽക്കൂ അവിടെ എന്ന് പറഞ്ഞു. സൈനികരെല്ലാവരും നിന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ റബ്ബസ് സമാവാതി സബ്ഇ വമാ അദ്ലൽ വറബ്ബൽ അർളീന സബ്ഇ വമാ അഖ്ലൽ വറബ്ബശ് ശയാത്തീന വമാ അദ്ലൽ ഫഇന്നാ നസ്അലുക ഖൈറ ഹാദിഹിൽ ഖറിയ വഖൈറ അഹ്ലിഹാ വഖൈറ മാ ഫീഹാ വനഊദു ബിക മിൻ ശർരി ഹാദിഹിൽ ഖറിയ വശർരി അഹ്ലിഹാ വശർരി മാ ഫീഹാ. ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇനി മുന്നോട്ട് ഗമിച്ചോളൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചു. സഹാബത്ത് മാർച്ച് ചെയ്തു. ഖൈബറിലുള്ള യഹൂദികൾ അവരുടെ കോട്ടകളിൽ കയറി വാതിലടച്ച് സുരക്ഷിതമായി ഇരിക്കുകയാണ്. 8ഓളം കോട്ടകളുണ്ട് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഓരോന്നും മഹാന്മാരായ സ്വഹാബിമാർ പ്രതിരോധം തീർത്ത് അവരെ അവിടെ നിന്ന് പുറത്താക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ അവസാനം കിട്ടിയ അവസാനത്തെ കോട്ട, ഏറ്റവും സുഭദ്രമായ കോട്ട, നായിം എന്നാണ് അതിൻ്റെ പേര്. ആ കോട്ടയിൽ അവരെല്ലാവരും കയറി വാതിലടച്ച് സുരക്ഷിതരായി അവിടെ ഇരിക്കുകയാണ്. അവർക്ക് ആവശ്യമായ ഭക്ഷണ വിഭവങ്ങളും എല്ലാ സമ്പത്തും സൗകര്യങ്ങളും എല്ലാം അവർ അവിടെ ഒരുക്കിയിട്ടുണ്ട്. യുദ്ധത്തിനാവശ്യമായ അമ്പും കുന്തങ്ങളും വാരിക്കുന്തങ്ങളും വാളുകളും അതുപോലെ തന്നെ പരിചകളും അടക്കമുള്ള എല്ലാം അവർ തയ്യാറാക്കി റെഡിയായി കാത്തിരിക്കുകയാണ്. 3 ദിവസം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബിമാരും ഖൈബറിൻ്റെ ആ കോട്ട ഉപരോധിച്ചു. അവർക്ക് അവിടെ നിന്ന് പുറത്ത് പോകാൻ കഴിയാത്ത അത്രയും രീതിയിൽ ഉപരോധം ഏർപ്പെടുത്തി. ഭക്ഷണ സാധനങ്ങളൊക്കെ തടഞ്ഞുകൊണ്ട് അവരെ കീഴ്പ്പെടുത്താം, പ്രതിരോധത്തിലാക്കാം എന്നാണ് നബി തങ്ങൾ കരുതിയത്. പക്ഷേ അവർ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞുകൂടുവാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ നേരത്തെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ അവരെ കീഴ്പ്പെടുത്തുക സാധ്യമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കി. അതേസമയത്ത് സ്വഹാബത്തിൻ്റെ കയ്യിൽ കരുതിയിരുന്ന ഭക്ഷണ വിഭവങ്ങളെല്ലാം കുറയാനും തുടങ്ങി. ഇനിയും ഈ ഉപരോധം നീണ്ടുപോവുകയാണ് എങ്കിൽ അത് സ്വഹാബത്തിന് ക്ഷീണം ചെയ്യുമെന്ന് മനസ്സിലാക്കി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് രാത്രി സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, 3-ാം ദിവസം, ലഉഅ്തിയന്ന റായത ഗദൻ റജുലൻ യുഹിബ്ബുല്ലാഹ വറസൂല യഫ്തഹുല്ലാഹു അലാ യദൈഹി. നാളെ രാവിലെ ഇസ്ലാമിൻ്റെ പതാക ഞാൻ ഒരാളുടെ കയ്യിൽ കൊടുക്കും. അദ്ദേഹം അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ പ്രവാചകനെയും ഇഷ്ടപ്പെടുന്ന ആളാണ്. അദ്ദേഹം മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിജയം നൽകുകയും ചെയ്യും. അന്ന് രാത്രി വിശ്രമിക്കാൻ പോകുന്ന സ്വഹാബിമാരെല്ലാവരും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതാക നൽകുന്നത് തൻ്റെ കയ്യിലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് കാത്തിരുന്നു. പ്രഭാത സമയത്ത് തന്നെ എല്ലാവരും റസൂലുള്ളാഹിൻ്റെ മുമ്പിലെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദസ്സിലേക്ക് ഇങ്ങനെ നോക്കി. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ സദസ്സിൽ കാണുന്നില്ല. അയിന അലി ഇബ്നു അബി ത്വാലിബ്, എവിടെ അലി ഇബ്നു അബി ത്വാലിബ് എവിടെ? സ്വഹാബത്ത് പറഞ്ഞു, നബിയെ,
അദ്ദേഹത്തിന് രോഗം ബാധിച്ച് ചെങ്കണ്ണ് ബാധിച്ച് വിശ്രമത്തിനാണ്, ഇങ്ങോട്ട് വരാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം ടെൻറ്റിൽ തന്നെയാണുള്ളത്. വിളിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചക സവിധത്തിൽ കൊണ്ടുവന്നു. നബി തങ്ങൾ ചോദിച്ചു, എന്തു പറ്റി? സുഖമില്ല റസൂലേ. കണ്ണിന് ബാധിച്ച ചെങ്കണ്ണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കയ്യിൽ അല്പം തുപ്പുനീരെടുത്ത് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ 2 കണ്ണിലും പുരട്ടി കൊടുത്തു. അതോടുകൂടി അത്ഭുതകരമായ വിധത്തിൽ മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അസുഖം ഭേദമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയൊരു മുഅ്ജിസത്ത്. പിന്നീട് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ കൊടുത്തു പതാക. എന്നിട്ട് യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെട്ടു. സംഭവം ബഹുലമാണ്, ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ നിർദ്ദേശപ്രകാരം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ കോട്ട ഉപരോധം പൊളിക്കുകയും പ്രതിരോധം തകർക്കുകയും ആ സ്വഹാബത്തിനെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ശക്തമായ പോരാട്ടം നടത്തുകയും ചെയ്തു എന്ന് കാണാം. അവിടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സമുദായ സ്വഹാബത്തിനും വലിയ വിജയം ഉണ്ടായി. യുദ്ധക്കളത്തിലുണ്ടായ ഒരു രംഗം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോകുന്ന അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന പടയങ്കി ശത്രുവിൻ്റെ വെട്ടേറ്റ് 2 കഷ്ണമായി മുറിഞ്ഞു. പ്രതിരോധം തീർക്കുവാൻ, വെട്ട് തടുക്കുവാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പടയങ്കില്ലാത്ത സാഹചര്യമുണ്ടായി. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കോട്ടയുടെ വാതിലിൻ്റെ അടുത്ത് വീണ് കിടന്നിരുന്ന വേറൊരു വാതിൽ അദ്ദേഹം അത് പൊക്കിയെടുത്തു. ആ പൊക്കിയെടുത്തിട്ട് ആ വാതിൽ പ്രതിരോധം തീർത്തുകൊണ്ടാണ്, ആ പരിചയമായി ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം യുദ്ധം ചെയ്തത് എന്നും യുദ്ധത്തിൽ വിജയിക്കാൻ സാധിച്ചത് എന്നും ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. യുദ്ധം കഴിഞ്ഞതിന് ശേഷം മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ കോട്ടവാതിൽ നിലത്തെവിടെയോ വെച്ച് വരുന്നു. 8 സ്വഹാബിമാർ ചെന്നിട്ട് അത് പൊക്കാൻ നോക്കിയിട്ട് ആ സമയത്ത് അവർക്കത് പൊക്കാൻ കഴിഞ്ഞില്ല എന്ന് കാണാൻ കഴിയുന്നു. 40 ആളുകളാണ് എന്നും അഭിപ്രായമുണ്ട്. എന്താണെങ്കിലും മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കറാമത്തും ഇവിടെ വെളിവാകുന്നു. അതിനോടൊപ്പം മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രവചനം, നാളെ ഞാൻ പതാക കൈമാറുന്ന ആ സ്വഹാബി മുഖേന നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയും എന്ന ആ പ്രവചനം സത്യമായി പുലരുകയും ചെയ്യുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.